ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ, നിന്നിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ, അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. അന്നു ഞാനവൻ മാറിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ള സഹപ്രവർത്തകരും തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, പ്രാർത്ഥിച്ച് പോരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു നിരന്തരമായ ചെയ്യേണ്ട കാര്യമാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നാം വായിക്കുന്ന ഒരു അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പഞ്ഞുരുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. തുടർമാനമായി മുടക്കം കൂടാതെ ചെയ്യേണ്ടതാണ്. കർത്താവ് പറയുന്നുള്ള പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. പൗലോസ് ആ കാര്യം പൗലോസ്യ വിശ്വാസികൾ പറയുന്നുണ്ട്. പ്രാർത്ഥന ഉച്ചരിക്കണം, സ്തോത്രത്തോടുകൂടി അതിൽ പ്രാർത്ഥിക്കണം, ജാഗരിക്കണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥിക്കുന്നവരോടുള്ള പൗലോസിന്റെ സ്നേഹം. 2, പ്രാർത്ഥിക്കുന്ന കർത്താവിനോടുള്ളതായ പൗലോസിന്റെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ താല്പര്യവും സ്നേഹവും കർത്താവ് നോക്കുന്നുണ്ട്. ഒരു കടമ തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കും എന്നുള്ള ഭയനിമിത്തമോ അല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നമുക്കുള്ള സ്നേഹം, പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുള്ളതായ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോടുള്ളതായ നമ്മുടെ ഉത്സാഹം, താല്പര്യം, അതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. ഇവിടെ ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോന്നു. പൗലോസിന്റെ പ്രാർത്ഥന 2 പ്രത്യേകത നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന്, രാവും പകലും, ഞാൻ ഓർപ്പിച്ചതുപോലെ നിരന്തരമായ ഇടവിടാതെയുള്ളതായ പ്രാർത്ഥന, രാവും പകലും എന്നുള്ളത് ഒരു പ്രയോഗമാണ്. തുടർമാനമായി ചെയ്യുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? അത് ഒരു തുടർമാനമായ ജീവിതമാണോ, അതോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? പ്രാർത്ഥനാശീലം നമുക്കുണ്ടോ? പ്രാർത്ഥനാ സമയം നമുക്കുണ്ടോ? പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ടോ? അത് വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാകെ മൊത്തം ഒരു കൊട്ടത്താപ്പ് പ്രാർത്ഥന നടത്തി പിരികയാണോ? പ്രാർത്ഥനയുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്? പ്രാർത്ഥന വിഷയങ്ങളോടുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്? ഇതൊക്കെ നാം പരിശോധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല, വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. വളരെ താല്പര്യം, പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുള്ള താല്പര്യവും പ്രാർത്ഥിക്കുന്ന കർത്താവിനുള്ള താല്പര്യവുമാണ്. പൗലോസിന് പ്രാർത്ഥന ഒരു മടുപ്പുണ്ടാക്കുന്ന കാര്യമായിട്ട് തീർന്നില്ല. പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പുണ്ടാകാൻ പാടില്ല എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുള്ള ഭാരവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടുള്ള നമ്മുടെ താല്പര്യവും
മടുപ്പുണ്ടാകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി, ഉള്ള അവസ്ഥ മനസ്സിലാക്കി, നാം എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ വളരെ താല്പര്യത്തോടെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നാം ഓർക്കണം. നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നമ്മെ ഏറ്റവും അധികം കരുതുന്ന, നമ്മെ ഏറ്റവും അധികം പരിപാലിക്കുന്ന ഒരു കർത്താവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ, ഉണർവോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഉള്ള പ്രാർത്ഥനയാണ് ഉത്സാഹത്തോടെയുള്ള പ്രാർത്ഥന. ആത്മാവിനെ കെടുത്തിക്കൊണ്ട് നാം പ്രാർത്ഥിച്ച ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മൾ മടുത്തുപോകും. പ്രാർത്ഥനയിൽ നമ്മൾ ഉത്സാഹക്കുറവുള്ളവരായി തീരും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തളർന്നു നോക്കാനുള്ള ജഡത്തിൽ നമുക്ക് ശരിയായ നിലയിൽ പ്രാർത്ഥിപ്പാൻ കഴിയുന്നതല്ല. ജഡത്തിന് പ്രാർത്ഥനയോട് താല്പര്യമില്ല. ജഡം പ്രാർത്ഥനയ്ക്കെതിരാണ്. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുവാനുള്ള വിഷയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ മുഖം കാണുവാൻ. രണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാൻ. പ്രിയ ദൈവമക്കളെ, ഈ വിശ്വാസികളെ വളരെ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്, വളരെ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോവുകയാണ്, വളരെ പ്രതികൂലത്തിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങളുടെ പ്രതിബന്ധങ്ങളെല്ലാം ഒന്ന് നീങ്ങാൻ വേണ്ടി, നിങ്ങളുടെ കഷ്ടതകളെല്ലാം ഒന്ന് മാറാൻ വേണ്ടി, നിങ്ങളുടെ കണ്ണുനീരൊന്ന് തോരാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നല്ല, നിങ്ങളെ ഒന്ന് കാണണം. ആ വിശ്വാസികളോടുള്ള പൗലോസിന്റെ സ്നേഹം, പൗലോസിന്റെ ആ താല്പര്യം. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയുന്ന ആഗ്രഹമുണ്ടോ? അവരോടുള്ള കൂട്ടായ്മ, അവരോടുള്ള സ്നേഹം, അവരോട് ഹൃദ്യമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടോ? അത് പ്രാർത്ഥനയ്ക്ക് വളരെ സഹായിക്കുന്ന കാര്യമാണ്. അതില്ലെങ്കിൽ പ്രാർത്ഥന മടുത്തു പോകും. വെറുതെ പ്രാർത്ഥിച്ചിങ്ങനെ പോകുന്നു എന്നുള്ള അല്ലാതെ ആ വിശ്വാസികളോടുള്ള സ്നേഹവും കൂട്ടായ്മ, അവരെ കാണാനുള്ള ആഗ്രഹം, സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഊഷ്മളത നമുക്കുണ്ടോ? അത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന വിഷയം നോക്കിയേ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാൻ. ഇവരുടെ പണത്തിന്റെ കുറവ് തീർക്കാനല്ല, ഇവരുടെ കഷ്ടതയുടെ കുറവ് തീർക്കാനല്ല, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകാൻ വേണ്ടിയല്ല, ഇനി നിന്നെ വാലല്ല തലയാക്കും എന്ന് പറയാൻ വേണ്ടിയല്ല. അവരുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടണം. അവരുടെ വിശ്വാസത്തിന്റെ അപൂർത്തിക്ക് വേണ്ടി, വിശ്വാസത്തിന് കുറവുകൾ പരിഹരിക്കും. എങ്ങനെ പരിഹരിക്കും? പൗലോസും മറ്റു പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന് അവരെ വളരെ പഠിപ്പിക്കുമ്പോൾ, അവരെ ദൈവിക സത്യങ്ങളെ അവർ ഉപദേശിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കപ്പെടും. അവർ വിശ്വാസത്തിൽ മുന്നേറും, വിശ്വാസത്തിൽ അവർ അഭിവൃദ്ധിപ്പെടും, അവർ വിശ്വാസത്തിൽ ഉറയ്ക്കും, അവർ വിശ്വാസത്തിൽ വളരും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയുന്നത്. പ്രാധാന്യം അതിനല്ല. കഷ്ടത മാറുവാനോ കണ്ണുനീര് തോരുവാനോ ഒന്നുമല്ല നാം പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണ്. അവന് നടത്തിത്തരും. അത് ആവശ്യത്തിന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആത്മീയമായിരിക്കുന്ന അവസ്ഥ. പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ നാം പഠിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. എപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് കർത്താവിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അവർ ഗ്രഹിക്കുവാനും പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്തു വിശ്വാസത്തെ അവരുടെ ഹൃദയങ്ങൾ വസിക്കണം. അവരുടെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. ആഴോ നീളവും വീതിയും ഉയരമെന്നും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അവരറിയണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ഇതൊക്കെ ആയിരുന്നു പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഏതാണോ? നാം പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായ കുറെ ആവശ്യങ്ങൾ ദൈവഭാഗം ഒരു പട്ടിക നിരത്തി പോകുന്ന അവസ്ഥയാണ്. അതോ അവിടെ ആത്മീയ പൂർത്തിക്ക് വേണ്ടി, കൂട്ടുവിശ്വാസികളുടെ ആത്മീയ പൂർത്തിക്ക് വേണ്ടി നാം ചെയ്യേണ്ടതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് പ്രാർത്ഥിക്കുന്നത് അവരുടെ അടുക്കൽ ചെല്ലുവാനും അവരുടെ കാണുവാനും അവരുടെ കുറവ് പരിഹരിക്കാനും വേണ്ടിയാണ്, വിശ്വാസത്തിന്റെ കുറവ്. പ്രിയപ്പെട്ടവരെ, നാം ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിൽ നമുക്കൊരു പങ്ക് ലഭിക്കണം. നാം ആ ശുശ്രൂഷയിൽ ഒരു പങ്ക് ലഭിക്കണം. സുശേഷ വേലയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ വേലയ്ക്ക് നമുക്കൊരു പങ്ക് ലഭിക്കണം.
അതിനുവേണ്ടിയും കൂടെ നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യം. അല്ലാത്ത പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രാർത്ഥിക്കണം, ഭാരത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് ഒരു പങ്കുണ്ടായിരിക്കണം. ഇവിടെ ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുവാനും അതിലൊരു പങ്കുവയ്പ്പാനും പൗലോസ് ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന മെച്ചപ്പെടട്ടെ. സ്വർഗം ആ പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങളെ സൃഷ്ടിക്കൊണ്ടേ ആയിത്തീരട്ടെ. ദൈവനാമം എപ്പോഴും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.